ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ ഒരു വാട്ടർ ടാങ്കിൻ്റെ അടപ്പാണ്. വാട്ടർ ടാങ്കിൻ്റെ അടപ്പ് ഇതാണ് ചെറിയൊരു സ്ലൈഡിങ് കൊടുത്തിട്ട്, അതായത് വർഷത്തിലൊരു 2-3 പ്രാവശ്യം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നേ അത്രയേ ഉള്ളൂ. ഇത് പർപ്പസ് ഇതിന് വരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്, ഈ സ്ലൈഡിങ് വീല് നല്ല സ്മൂത്താണ്. സാധാരണ നമ്മൾ സ്ലൈഡിങ്ങിന് ഉപയോഗിക്കുന്ന വീലിനേക്കാളും, അതായത് നമ്മൾ മുകളിൽ അലുമിനിയത്തിൻ്റെ ചാനൽ കൊടുത്തിട്ട് നമ്മൾ സ്ലൈഡിങ്ങിന് വീൽ ഉപയോഗിക്കുന്നുണ്ട്. ആ വീൽ ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും സ്ട്രോങ്, അതായത് നല്ല സ്മൂത്ത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ അവിടെ നിന്ന് നമ്മുടെ അലുമിനിയം കടയിൽ നിന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞാണ് ഇതിപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഇതിപ്പം പക്കാ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലേക്ക് കാണുന്ന മറ്റേ സ്ലൈഡിങ്ങിൻ്റെ വീലില്ലേ, ആ വീലിനേക്കാളും സ്മൂത്ത് എന്ന് പറയാം. ഇത് വരുന്നത് കണ്ടോ, ഇപ്പോൾ അലുമിനിയം ചാനൽ കൊടുത്തിട്ട് ആ വീല് ഇച്ചിരി ഹെവി ആയിട്ടുള്ള വീലാണ്. എത്ര ലോഡ് വേണം പിടിക്കുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഇത് കണ്ടോ, ഒന്ന് കാണിച്ചു കൊടുത്തടാ, സ്മൂത്ത് ചെയ്യണേ. കണ്ടോ, ഇങ്ങനെ സ്മൂത്തിങ് നല്ല നമ്മുടെ മുകളിൽ ഷീറ്റിൻ്റെ സ്ലൈഡിങ് കൊടുക്കുകയാണെങ്കിലും പക്ക സ്മൂത്തായിരിക്കും എന്നാണ് അവർ പറയണത്. ഈ പ്രോഡക്റ്റ് കണ്ടോ, ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, TPI DWC0 സ്ലൈഡിങ് ഡോറ് റോളർ, ലോഡിങ് കപ്പാസിറ്റി 40 കിലോ വരെ കപ്പാസിറ്റി ചെയ്യുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഫോർ സൗണ്ടിങ് ലെസ്, സൗണ്ടും ഉണ്ടാവില്ല, ഫ്രീ സ്മൂത്തിങ് മൂവ്മെൻറ്റ്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിൻ്റെ മുകളിൽ നമ്മൾ പോളികാർബൺ ഷീറ്റ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം വെട്ടം കയറും. അപ്പോൾ ഇനി നമ്മൾ ഷീറ്റ് റൂഫ് ചെയ്ത് കഴിയുമ്പോൾ സ്ലൈഡിങ് കൊടുക്കാറുണ്ടല്ലോ. സ്ലൈഡിങ് കൊടുക്കുമ്പോൾ ഈ വീലൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മൾ 2 സ്ഥലത്ത് പരീക്ഷിച്ചിട്ട് റിസൾട്ട് കുഴപ്പമില്ലാത്ത റിസൾട്ടായിരുന്നു. അപ്പോൾ ഈ വീലുകൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്, പഴയ നമ്മൾ പൈപ്പിട്ട് ഓടിച്ചുകൊണ്ട് GI പൈപ്പിട്ട് ഓടിച്ചുകൊണ്ടുള്ള സ്ലൈഡിങ് ആണല്ലോ നമ്മൾ സാധാരണ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ടുള്ള ഒരു രീതി, അത് കുറച്ച് കഴിയുമ്പോൾ തുരുമ്പ് പിടിക്കും, പിന്നെ വലിച്ച് ടൈറ്റ് ചെയ്യാനും ഇതും നമ്മൾ ഒത്തിരി വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ഈ ടൈറ്റായിട്ടിരിക്കണതും പിന്നെ ഇപ്പോൾ സ്മൂത്തായിട്ട് വന്നതും ഒത്തിരി വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോകൾ കാണുമ്പോഴത്തേനും നമുക്കൊരു നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിലേക്ക് നമ്മളും GI പൈപ്പിൻ്റെ ആട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഒരു ഭാഗ്യം നമ്മുടെ പറയുകയാണെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫേസ്ബുക്ക് വഴിയൊക്കെയാണ് നമ്മൾ ഇതും പരിചയപ്പെട്ടത്. അപ്പോൾ ഇങ്ങനത്തെ വീലുകളൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ദയവായി കമൻ്റ് ഇടുക. പിന്നെ ഇതിനേക്കാൾ നല്ല വീലുകളുണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതും പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ സ്ലൈഡിങ്ങിനെ പറ്റി നമ്മളിപ്പോൾ ഷീറ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്ലൈഡിങ്ങിൻ്റെ മഴയും പണിയുടെ തിരക്കും കാരണം പല സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീഡിയോ എടുക്കാതില്ലാത്തപ്പോഴത്തേനും നമ്മൾ ഈ സ്ലൈഡിങ്ങിൻ്റെ വന്നപ്പോഴത്തേനും നമുക്കൊന്ന് വീഡിയോ എടുത്ത് ആൾക്കാരിലൊന്ന് എത്തിക്കാം എന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മലപ്പുറത്ത് നിന്ന് നമ്മുടെ ഒരു പണിക്കാരൻ അവൻ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടാണ്. അപ്പോൾ അവൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സ്ലൈഡിങ്ങിനെ പറ്റി എൻ്റെ അടുത്ത് സംശയങ്ങൾ കുറേ ചോദിച്ചു. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളും